ഹലോ ഹായ് പ്രീതം ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക ചിപ്സാണ്. ഒരു ചക്ക മുറിച്ച് വെച്ചിട്ടുണ്ട്. അതാദ്യം ഇതിൻ്റെ വളഞ്ഞറെല്ലാം ഇങ്ങനെ കളയണം. ഉപ്പിട്ട് ഒരു പേപ്പർ വെച്ചിട്ട് കളയുമ്പോൾ അത് മുഴുവനായിട്ട് കിട്ടുക. നാട്ടിലാണെങ്കിൽ ഒരു ചേരിയോ എന്തെങ്കിലും വെച്ചിട്ട് എടുക്കുക. ഇവിടെ ആയ കാരണം ഒരു പേപ്പർ വെച്ചിട്ട് ഇതിൻ്റെ വളഞ്ഞറെല്ലാം എടുത്ത് എന്നിട്ട് ഇതേപോലെ എല്ലാ ഇതാണ് ഇതിൻ്റെ പാകം. അധികം മൂപ്പാകാനും പാടില്ല, അധികം പഴുപ്പ് ആകാനും പാടില്ല. ഇത് കുറച്ച് ചെറിയ ചുളയായിപ്പോയി. കുറച്ച് വലുപ്പമുള്ളതായെങ്കിൽ ഇനിയും നന്നായിട്ടുണ്ടാവും. ഇത് ചെറിയൊരു ചക്കയാണ്. വലുതായെങ്കിൽ നല്ല ചിപ്സ് കാണാൻ നന്നായിട്ടുണ്ടാവും. ചെറുതായിപ്പോയി, ചെറിയ ചക്കയായി. കാരണം നമ്മളെ കൈക്ക് അതിൻ്റെ വളഞ്ഞറാകും ഒരു പശ. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തടിയിട്ട് കൈ തുടച്ചാൽ ആ വളഞ്ഞറ് നമ്മളെ കയ്യിലാവില്ല. വളഞ്ഞറ് എന്നാണ് നമ്മളെ നാട്ടിൽ പറയുക. മറ്റുള്ള സ്ഥലത്തെല്ലാം എന്നാ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇതാകുന്നതായിട്ട് നമ്മളെ കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിടുക. മുറിച്ചതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണം ആക്കി എല്ലാ ചക്കി ഇതുപോലെ ആക്കിയിട്ട് ആ മേലേത്തതും കളയണം. മേലേത്തത് കളഞ്ഞിട്ട് ഇത്ര തന്നെ ഇതാണ് ഇതിൻ്റെ വലിപ്പം. നല്ല വലിപ്പമായ കുറച്ച് നേരം പിടിക്കും വേകാൻ വേണ്ടിയിട്ട്. ഇനി എണ്ണ ഒഴിച്ച് അത് നല്ല ചെറിയ ചൂട്ടിൽ ചൂടാക്കാൻ വെക്കണം, അല്ലേ കരിഞ്ഞു പോകും. നല്ലോണം സ്റ്റവ് കത്താൻ പാടില്ല. ഇത് അടുപ്പിലുണ്ടാക്കുന്നതാണ് നല്ലത്. അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഉപ്പ്, ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി, രണ്ടും കൂടിയിട്ട് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കണം. നിറയെ വെള്ളം ഒഴിക്കാൻ പാടില്ല. കുറച്ച് ഒരു 2 സ്പൂണ് മാതിരി ഒഴിച്ചാൽ മതി. എന്നിട്ട് കലക്കിയിട്ട് വെക്കുക. അത് ആ ചക്കക്ക് ഉപ്പും മഞ്ഞളും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ആക്കുന്നത്. നല്ല വറന്ന് വരുമ്പോഴാണ് ഈ വെള്ളയിലേക്ക് ഒഴിക്കേണ്ടത്. മഞ്ഞൾപ്പൊടിയും ഉപ്പിൻ്റെയും ഒഴിച്ചാൽ നല്ല ഉപ്പ് രസവും മഞ്ഞ കളറായിട്ടും ഉണ്ടാവും ചക്ക ചിപ്സ് കാണാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല സ്പീഡിൽ കത്തിക്കാൻ പാടില്ല, ചെറിയ ചൂടിൽ. എന്നാൽ എണ്ണ ചൂടാകുകയും വേണം. ചെറുതായിട്ട് ആക്കിയിട്ട് വേവിച്ചെടുക്കണം. നാട്ടിലാണെങ്കിൽ ഉരുളിയിലെല്ലാം വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ഇതിപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചട്ടിയിൽ എണ്ണ വെച്ചിട്ട് ആക്കുന്നതാണ്. ഇതുപോലെ എല്ലാ ചക്കായും വറുത്ത് കോരി എടുത്തിട്ട് നല്ല അത് പുലുക്കുമ്പോൾ നല്ല ഒരു ഒച്ച വരും. നന്നായിട്ട് എടുത്താലാണ് അതാവുക. ചിപ്സ് എളുപ്പത്തിലാക്കാൻ പറ്റും. നല്ല അത് ഒച്ച ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂലല്ലോ.